ഹലോ ബൈറ്റ്സിൻ്റെ ബറേലി സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബറേലിയിലുള്ള പുരാതനമായ ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട 6 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അവസാനത്തതായിട്ടുള്ള സുഭാഷ് നഗറിൽ സ്ഥിതി ചെയ്യുന്ന തപേശ്വർനാഥ് മന്ദിറാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. രാവിലെ ഒരു 8:39 ഇടക്കാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയത്. അത്ര വലിയൊരു ക്ഷേത്രമൊന്നും അല്ലായിരുന്നു, ചെറിയൊരു ക്ഷേത്രമായിരുന്നു. പക്ഷേ അവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു നമ്മൾ എത്തിയ സമയത്ത്. ഇവിടുത്തെ ചരിത്രം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഋഷിമാരുടെയും സന്യാസിമാരുടെയും ഒക്കെ താമസ സ്ഥലമായിരുന്നു തപേശ്വർനാഥ്. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുണ്യനദിയായ ഗംഗ ഇതുവഴി ഒഴുകിയിരുന്നത്രേ. ഇടതൂർന്ന മുളകളൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു തപേശ്വർനാഥ് മന്ദിറുള്ള സ്ഥലം. അതിന് നടുക്കായിട്ട് ഒരു ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടതും അതിനുശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ഉണ്ടായത്. 400 വർഷത്തിലധികം തപസ്സിലേർപ്പെട്ട ഒരു ബാലുബാബയുടെ ചരിത്രം കൂടെ ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. അതിനുശേഷം ഒരുപാട് സന്യാസിമാരും ഋഷിമാരും ഒക്കെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരുന്നത്രേ. തപേശ്വർനാഥ് മന്ദിർ എന്നുള്ള പേരിന് പിറകിൽ പോലും ഈ ഒരു ചരിത്രമാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ശിവഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് പുറത്തോട്ടിറങ്ങി. ഇവിടെ ഞങ്ങൾ ഈ പോയിട്ടുള്ള 7 ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ചെറിയ മുറിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അകത്ത് കയറി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങാൻ. പിന്നെ ഓൾറെഡി ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമുക്ക് ഡയറക്റ്റ് പൂജയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒരു കണക്കിന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നേരെ നമുക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. മെയിൻ ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് നമുക്ക് രാധാകൃഷ്ണൻ്റെയും ലക്ഷ്മി നാരായണൻ്റെയും പഞ്ചമുഖി ബാലാജിയുടെയും ദക്ഷിണമുഖി ഹനുമാൻ്റെയും ഒക്കെ പ്രതിഷ്ഠ കാണാൻ പറ്റും. പിന്നെ കുറേ പശുക്കളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് നമ്മൾ പോയി തൊടാലോ പ്രശ്നമൊന്നുമില്ല, അതിങ്ങനെ വലിയ റിയാക്ഷനൊന്നും ഇല്ലാണ്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പ്രസാദമൊക്കെ കിട്ടുന്നത് പശുവിന് കൊടുക്കുന്നുണ്ട്, അത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് തപേശ്വർനാഥ് മന്ദിറിലെ കാഴ്ചകൾ. അപ്പോൾ ഇതോടുകൂടി ബറേലിയിലെ മെയിനായിട്ടുള്ള 7 ശിവക്ഷേത്രങ്ങളും നമ്മൾ കവർ ചെയ്തു. അതിൻ്റെ പിറകിലുള്ള ചരിത്രമൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബറേലി സീരീസ്. ഇനി ഒരു വീഡിയോ കൂടി ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ബറേലിയിലെ ചെറിയ ഈ ലോക്കലി കാണുന്ന ചെറിയ കാഴ്ചകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subhi signing off from Bites. Bye bye.